ഡാ, നീ ഇതിനെക്കുറിച്ച് ഒന്നും പറയല്ലേ, അവൻ വന്ന് കേൾക്കും. ഇത്ത പറഞ്ഞു തീരും മുമ്പേ ഡോർ തുറന്ന് നിസാർ ഓഫീസിൻ്റെ അകത്തേക്ക് വന്നു. അവൻ ഇത്തയെ നോക്കി, പിന്നെ എന്നെ നോക്കി ഒരളിഞ്ഞ ചിരി ചിരിച്ചു. അവൻ ഇത്തയുടെ മുന്നിൽ ചെയറിലിരുന്ന് ഇത്തയോട് സംസാരിക്കുമ്പോൾ അവൻ്റെ മുൻവശം തലപൊക്കുന്നത് ഞാൻ കണ്ടു. അവൻ വളരെ ശ്രദ്ധാപൂർവം അടക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത്ത ഞാൻ നോക്കുന്ന കാര്യം മനസ്സിലാക്കി ചെയറിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മുന്നിൽ ടേബിളിൽ ചാരി നിന്നത്. അവൻ സംസാരിക്കുമ്പോൾ തൊണ്ടിടുന്ന കണ്ടപ്പോൾ ഇത്ത അവനോട് ചോദിച്ചു, എന്താ മോനെ, നിനക്ക് തൊണ്ടടപ്പുണ്ടോ? ഇത്ത നോക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധയെല്ലാം ആകെ മാറിയിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഇത്തക്കതോടെ ഒരു സംശയമില്ലാതെയായി. ഇത്ത അവൻ്റെ അടുത്തേക്ക് നിന്ന് വീട്ടിലെ കാര്യങ്ങളും ഷോപ്പിലെ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ പിടിവിട്ട് നിസാർ പോയിരുന്നു. അവൻ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇത്തയും അത് കണ്ടു. അവൻ പോയപ്പോൾ ഞാനും ഇത്തയും അത് പറഞ്ഞ് ചിരിച്ചു. ജോൺ, ഇവൻ പ്രശ്നമാക്കുന്ന കരുതിയാണോ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചത്? ഞാൻ ഓഫീസിൻ്റെ വാതിൽ ലോക്ക് ചെയ്തു. എന്താടാ നിൻ്റെ ഉദ്ദേശം? എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇത്താക്കറിയില്ലേ? ഡാ, ഇപ്പോൾ വേണ്ട, കുറച്ച് വർക്കുണ്ട്. അതിത്ത നിങ്ങൾ കാറിൽ കയറിയിരുന്നപ്പോൾ തന്നെ എനിക്ക് ഇനി പറ്റില്ല ഇത്ത. എടാ, എന്നൊരു സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട, ഞാൻ നിനക്ക് വേണ്ട പോലെ വരാം. ഇന്ന് നിനക്ക് ഒരു സർപ്രൈസും തരും. എന്താ, എന്ത് വേണം? പിന്നെ ഞാൻ ഇത്തയെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. വർക്ക് തീർത്ത് ഓഫീസിൽ നിന്നും ഇറങ്ങി നേരെ ഇത്തയുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. അന്ന് ഞാൻ ഇത്തയെ ആദ്യമായി കണ്ട ആലിസാൻഡയുടെ ഫ്രണ്ട് സിന്ധു, അവർ ജോലി ചെയ്യുന്ന ആ ബ്യൂട്ടി സലൂണിലേക്ക്. അങ്ങോട്ടാണ് ഞങ്ങൾ പോയത്. പോകുമ്പോഴാണ് ഇത്ത എന്നോട് എല്ലാം പറഞ്ഞത്. എന്നെ കൂടി കൂട്ടിയാണ് ഇത്ത അതിനകത്തേക്ക് കയറിയത്. പോകും മുമ്പേ ഇത്ത പറഞ്ഞു, ജോൺ, നീ ഇവിടെ വെച്ച് എന്നെക്കുറിച്ച് കൂടുതൽ അറിയും. എന്നെ ശരിക്കറിയുന്ന കൂട്ടുകാരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതെല്ലാം കേട്ട് നീ തീരുമാനം മാറ്റുമോ? എൻ്റെ ഇത്ത, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം. പിന്നെ എന്താ പ്രശ്നം? ഇതാണോ നിങ്ങൾ പറഞ്ഞ സർപ്രൈസ്? അതല്ല, നീ വാ. അവിടെയുള്ള സ്റ്റാഫ് ഇത്തയെ കണ്ട് പരിചയം കാണിച്ചു. സഫോറത്ത് ഇല്ല ഇവിടെ? ഇത്ത ചോദിച്ചു. ആ മാഡം ഓഫീസിലുണ്ട്, ആ സ്റ്റാഫ് പറഞ്ഞു. സഫോറത്ത് ആരാ, കൂട്ടുകാരിയാണോ? ഞാൻ ചോദിച്ചു. അതേടാ, ഈ ബ്യൂട്ടി സലൂണിൻ്റെ ഓണറാണ്. ഇത്ത, ആ സർപ്രൈസ് ഒന്ന് പറ, അറിയാനിട്ട് എന്തോ പോലെ. ഡാ, നീ ഒന്ന് ക്ഷമിക്ക്. അങ്ങനെ ഓഫീസിനകത്തേക്ക് കയറി ഞാൻ ഇത്തയുടെ കൂട്ടുകാരി സഫോറത്തെ കണ്ട് കണ്ണും മിഴിച്ച് നോക്കി നിന്നുപോയി. ഇത്തയുടെ അത്രയും നിറവും ഭംഗിയുമില്ലെങ്കിലും നല്ല സുന്ദരി. അവരുടെ കണ്ണിന് പോലും വല്ലാത്ത ഭംഗിയായിരുന്നു. ഇത്തയെ കണ്ടതും ആൻസിയ, ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ. ഇതാണോ നിൻ്റെ ജോൺ? അത് കേട്ട് ഞാൻ ഇത്തയൊന്ന് നോക്കി. നീ അവളെ നോക്കണ്ട, അവൾ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ പെണ്ണിനെ നീ ഞാൻ ഒപ്പിച്ചു ചെക്ക. ഞാൻ ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി നിന്നു. ജോൺ, നീ വിചാരിക്കുന്ന പോലെ ഇവളത്ര നല്ലവളൊന്നും അല്ല കേട്ടോ. അവൾ കുറച്ച് കുഴപ്പക്കാരിയാണ്. മോൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വിളിച്ച് ഒപ്പിച്ചില്ലേ, പാവം ഷംന. അവൾ കരുതി അവളാണ് ഇവളെ ഇങ്ങനെ ആക്കിയതെന്നാണ്. അപ്പോൾ അങ്ങനെയല്ലേ? ഞാൻ ചോദിച്ചു. അല്ലടാ, ഇവളെ ഇങ്ങനെ ആക്കിയത് ഞാനാ, അല്ലേ ആൻസിയ? ജോണിന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇനിയിപ്പോൾ നിൻ്റെ പെണ്ണാണല്ലോ, എൻ്റെ ഇക്ക അതിനുവേണ്ടി എല്ലാം ചെയ്തു തരും. ആ കാര്യം ഞാൻ ഏറ്റു, അവർ പറഞ്ഞു. ഇവിടെ ആരും എല്ലാം തികഞ്ഞവരില്ല സുഫൈറത്ത, ഞാൻ പറഞ്ഞു. ആൻസിയ, ഇവന് നിന്നെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അല്ല, ഷംന എന്ത് പറയുന്നു? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, നിസാറിൻ്റെയാണ് അറിയാൻ പറ്റാത്തത്, ഇത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് പ്രശ്നമുണ്ടാകില്ലെന്ന്. നിസാറിനും കുഴപ്പമൊന്നും ഉണ്ടാകില്ല, നീ നോക്കിക്കോ. അങ്ങനെ ആയാൽ മതിയായിരുന്നു, ഇത്ത പറഞ്ഞു. അതെ, നിങ്ങൾ പറയാമെന്നത് പറഞ്ഞില്ലല്ലോ, ഞാൻ ചോദിച്ചു. പറയാൻ ചക്ക, നീ തിരക്ക് കൂട്ടല്ലേ. എന്നാ പറ, എൻ്റെ ക്ഷമ നശിച്ചു. ഈ ചെക്കൻ ശരി,
ഉള്ളത് നിന്നോട് തുറന്നു പറയാം. അന്ന് എൻ്റെ ഈ സ്ഥാപനം ഇത്രയും സെറ്റപ്പായിട്ടില്ല. വല്ലപ്പോഴും ആരെങ്കിലും വന്നാൽ മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫർദിയിട്ട് ഇവിടേക്ക് ഇവൾ വരുന്നത്. വന്ന ഉടനെ ഞാൻ സാധാരണ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ചോദിക്കുന്ന പോലെ വന്ന കാര്യം ചോദിച്ചു. ഒഴിയാനാണെന്ന് ഇവളും പറഞ്ഞു. അന്ന് നടന്നത്. എന്താ നിങ്ങളുടെ പേര്? ആൻസിയ. ഇവൾ പറഞ്ഞു. ഇവിടെ മാളിൻ്റെ ഓണർ അൻവറയ്ക്ക് അറിയോ? ആ, കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ? അതെൻ്റെ ഭർത്താവാണ്. ഓ, ആണോ? ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഇത്ര വലിയ ബിസിനസ്മാൻ്റെ ഭാര്യയായിട്ട് ഈ ചെറിയ ഷോപ്പിൽ എന്തിനാ വന്നത്? ഞാൻ ചോദിച്ചു. അതിവിടെ പ്രൈവസി ഉണ്ടെന്നും എൻ്റെ ഷോപ്പിലെ ഒരു സ്റ്റാഫ് പറഞ്ഞു. അത് മാത്രമല്ല, അവിടെയൊക്കെ ആണുങ്ങളുണ്ടാവും, അതുകൊണ്ട് പേടിയാ. നിങ്ങളുടെ പേരെന്താ? ഞാൻ സഫൂറ. എന്നാൽ ശരി, വരൂ. ഇതിനു മുമ്പ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ ഇവളോട് ചോദിച്ചു. സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ്. താല്പര്യമുണ്ടായിട്ടല്ല, കുറച്ച് ദിവസമായി എന്തോ ഒരു വല്ലായ്മ. അത് ഇവിടെ വന്ന് ഒന്ന് ഉഷാറാക്കാമെന്ന് കരുതി, ഇവൾ പറഞ്ഞു. ആ, അത് നന്നായി. ഇന്നാരും വരാതായപ്പോൾ മൂഡ് ഓഫായിട്ട് ഇരിക്കായിരുന്നു. ആണോ? ഭർത്താവില്ലേ ഇവിടെ? നിങ്ങൾ മാത്രമാണോ? ഇവൾ ചോദിച്ചു. ആ, ഉണ്ട്. വക്കീലാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. സ്റ്റാഫിനെ വെക്കാൻ ആളുകൾ വരാതെ എങ്ങനെയാ? ഞാൻ പറഞ്ഞു. ഹോ, സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്നതല്ലാതെ എനിക്കിങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒരു മടിയാ. എത്ര മക്കളാണ് നിങ്ങൾക്ക്? എനിക്ക് 2 മക്കൾ. മോള് കല്യാണം കഴിഞ്ഞ് മരുമോൻ്റെ കൂടെ ഗൾഫിലാണ്. മോൻ കല്യാണം കഴിക്കാനായി. എവിടെ? മാളിൽ തന്നെ ഡിസൈനറാണ്. ഓ, നിങ്ങളെ കണ്ടാൽ പറയില്ല ഇത്ര വലിയ കുട്ടികളുണ്ടെന്ന്. അൻവറിക്കയുടെ ഒരു ഭാഗ്യം, ഞാൻ പറഞ്ഞു. ആ, നീയും മോശമല്ല. നിനക്കെത്ര കുട്ടികൾ? ഏയ്, അതിനുള്ള ഭാഗ്യം എന്തായാലും എനിക്കില്ല. എൻ്റെ ഇക്ക ആള് സൂപ്പറാ. എന്നെ വലിയ കാര്യമാണ്. ആണോ? നിൻ്റെ ഭാഗ്യം. പക്ഷേ എൻ്റെ കെട്ടിയവന് അതിന് സമയമില്ല. 2 കുട്ടികൾ എങ്ങനെയോ ഉണ്ടായി. ആൻസി പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ സമയമില്ലായിരുന്നോ? നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ? എനിക്കോ? അതെ, നിങ്ങൾക്കെന്താ കുഴപ്പം? എനിക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല, ആൻസി പറഞ്ഞു. അത് കള്ളം. നിങ്ങളെ കാറിൽ കൊണ്ട് ഇറക്കിയ പയ്യനാരാ? ആ, അത് എൻ്റെ മോൻ്റെ ഫ്രണ്ടാണ്. നിങ്ങൾ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ അവനോട് കാണിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് നീ കണ്ടോ? അത് പിന്നെ എത്രയെന്ന് വെച്ചാ ഇങ്ങനെ ജീവിക്കുക? മോനറിഞ്ഞാലോ? ഞാൻ ചോദിച്ചു. ആ, അതാണ് പേടി. ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, ആൻസി പറഞ്ഞു. എന്നാ ഇത്ത ആ റൂമിൽ പോയി ഒന്നൊരുങ്ങിയിട്ട് വാ. അവിടെയുണ്ട്. അവിടെ ഒടുക്കാനുള്ളതുമുണ്ട്. അതൊക്കെ ഒന്നെടുത്തിട്ട് വാ. അല്ല മോളെ, അപ്പോൾ ഇതൊക്കെ മാറ്റണോ? പിന്നെ അല്ലാതെ. അത് വേണോ? നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ ക്യാമറ ഒന്നുമില്ല. നിങ്ങളെ ആരും കാണുകയുമില്ല. അങ്ങനെ ആൻസി പുറത്തേക്ക് വന്ന് ചെറിയ നാണമുണ്ടായിരുന്നു. ആദ്യം എന്ത് എതിർപ്പായിരുന്നെന്നറിയോ? പിന്നെ ഇവൾ എന്നെ തേടി എൻ്റെ വീട്ടിൽ വരെ വന്നു. അൻവറയ്ക്കോട് കളവ് പറയാത്ത ഇവൾ പിന്നെ എന്നെ കാണാൻ കള്ളം പറയാൻ തുടങ്ങി. ആദ്യമായി സിനിമ തിയേറ്ററിൽ പോയി എൻ്റെ കൂടെ സിനിമ കണ്ട് ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലത്തും പോയി. നല്ല ചെറുപ്പക്കാരെ കാണുമ്പോൾ ഇവളോട് ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ഫർദയിട്ട് നടന്നിരുന്ന ഇവളെ സാരിയും ചുരിദാറും ഇടിച്ച് ഞാൻ നടത്താൻ തുടങ്ങി. മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഇവൾക്ക് മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമുള്ളതാക്കി. അങ്ങനെ എൻ്റെ കൂട്ട് ഇവളെ മൊത്തത്തിൽ മാറ്റി. ഒപ്പം മോൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നിസാർ അറിയാതെ വീട്ടിലും ഹോട്ടലിലും നടന്ന് ആഘോഷിച്ചു. എല്ലാം തുടർന്നു. നിസാറിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ പോലും ഇവളത് തുടർന്നു. പിന്നെ പെട്ടെന്ന് എന്താണെന്നറിയില്ല, അഫ്സൽ വരുന്നത് അങ്ങ് നിർത്തി. സഫൂറ പറഞ്ഞു നിർത്തി. ആ, അഫ്സലിൻ്റെ കാര്യം എനിക്ക് ആൻറ്റി പറഞ്ഞറിയാം, ഞാൻ പറഞ്ഞു. ആൻറ്റിയോ? അതാരാ? സഫൂറ ചോദിച്ചു. ആലീസിനെ ഇവൾ ആൻറ്റി എന്നാണ് വിളിക്കുക. ഓ, അവൾക്കതിന് അത്ര പ്രായമൊക്കെ ഉണ്ടോ? അത് പരിചയപ്പെടുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. എന്നേക്കാൾ ചെറിയ പ്രായക്കൂടുതലുള്ളൂ എന്നാണ് അന്ന് വിചാരിച്ചത്. പിന്നെ ആ വിളി അങ്ങ് ശീലിച്ചു പോയി. ഞാൻ പറഞ്ഞു. എന്തായാലും
ജോണിനിപ്പോൾ മനസ്സിലായില്ലേ, പഠിച്ച കള്ളിയാ നിൻ്റെ ഈ ആൻസീത്ത. അഫ്സൽ പോയതിൽ പിന്നെ ഒതുങ്ങിയതാ. ഇപ്പോൾ നിന്നെ കിട്ടിയപ്പോൾ കൂടുതൽ കില്ലാടിയായി ഇവൾ. എന്നാലും ഇത്ത നിങ്ങൾ ഇങ്ങനെ എന്ത് പറയുന്നു ജോൺ? ഇവളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സഫൂർ ചോദിച്ചു. എനിക്കറിയായിരുന്നു ഇത്താക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന്. ഇനി ഞാനുണ്ടല്ലോ, അതിനെന്തായാലും അൻവർക്കയ്ക്ക് ഇനി ഇത്തയെ പറ്റില്ല. സംസാരത്തിനിടയ്ക്ക് ഞാൻ സഫൂർ ഇത്തയെ ശ്രദ്ധിക്കുന്നത് ഇത്ത കണ്ടു. നീ ഒരു ദിവസം വീട്ടിലേക്ക് വാ, ഇക്കയെ കാണാലോ, സഫൂർ പറഞ്ഞു. ഇക്കയെ കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യാം, കൂട്ടത്തിൽ നിനക്കൊന്ന് കാണാലോ, ആൻസിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ജോൺ, എൻ്റെ കൂട്ടുകാരി നിനക്കിഷ്ടമായോ? പിന്നെ ഇഷ്ടം കണ്ടപ്പോൾ തന്നെ ആയതാ, ഞാൻ പറഞ്ഞു. ആൻസിയ, നീ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാ. ഇവനെ നീ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വിടാമോ? സഫൂറ ചോദിച്ചു. ആ, പറഞ്ഞു വിടുന്നതിന് എനിക്ക് എതിർപ്പില്ല. അവസാനം നിങ്ങളെന്നെ ഒളിച്ച് കാണരുത്. എൻ്റെ ലൈഫ് വിട്ട് ഞാൻ നേടിയ മുതലായവൻ, അത് രണ്ടുപേരും മറക്കരുത്. അത് കേട്ട് ഞാൻ പറഞ്ഞു. എൻ്റെ പൊന്നിത്ത, നിങ്ങളെ ഇനി സഫോറിത്ത മറന്നാലും ഞാൻ മറക്കില്ല. എനിക്ക് ഇത്തേ കഴിഞ്ഞുള്ളൂ ഇപ്പോൾ ആരും. അറിയാലോ, എൻ്റെ ഇക്കയുടെ കാര്യം വലിയ വക്കീലൊക്കെയാണ്, കോടതിയിൽ വലിയ പുലിയ, പക്ഷേ റൂമിലെത്തിയാൽ എലിയ. 10 മിനിറ്റ് ഏറിയാൽ അതാണ് അവസ്ഥ. ആടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവൻ്റെ അടുത്തുനിന്ന് നിനക്ക് കിട്ടാത്തത് കിട്ടുമ്പോൾ വാക്ക് തെറ്റിക്കരുതെന്ന്. കാര്യം എൻ്റെ ഇക്കയൊക്കെ ആണെങ്കിലും ആ സ്നേഹം എനിക്ക് വലുതാ. എനിക്കെൻ്റെ ഇക്ക കഴിഞ്ഞേ എന്തോ, അതുകൊണ്ട് നീ പേടിക്കണ്ടടി, സഫൂറ പറഞ്ഞു. എന്നാൽ ശരി ഡാ, നമുക്ക് പോയാലോ, സമയം ഒത്തിരിയായി. എന്നാൽ ഇനി ഇവൻ വരുമ്പോൾ ഒന്ന് വിളിച്ച് പറയണം, ഇക്ക വീട്ടിലുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. പറയാടി. അതും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഇത്തയോട് ചോദിച്ചു. ഇത്ത, നിങ്ങളാൾ കൊള്ളാലോ. എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു നിങ്ങൾ കൂടി ഇനമാണെന്ന്. എന്തായിരുന്നു തുടക്കത്തിൽ? എടാ, അത് നിസാറിൻ്റെ ഉപ്പയ്ക്ക് ഒന്നിനും സമയമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും, നീ പറ. നിങ്ങൾ ചെയ്തത് തെറ്റൊന്നുമല്ല. അൻവറിക്ക നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാതെ ബിസിനസ് മാത്രമായി നടന്നുകൊണ്ടല്ലേ. ആടാ, എനിക്ക് ഇനി നീയില്ലേ. സഫോറിയത്തയോട് ഇക്കയുടെ ഡിവേഴ്സിൻ്റെ കാര്യം പെട്ടെന്ന് തീർത്താൽ പിന്നെ പെട്ടെന്ന് നമുക്ക് മാരേജ് ചെയ്യാം. എന്താ അത് പോരെ? മതിയടാ, പക്ഷേ നിസാറിൻ്റെ കാര്യമാണ് എനിക്ക് പേടി. അവനെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? എത്താ, നമുക്കൊന്നാകാൻ നിസാറിനെ കൂടെ നിർത്താം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എത്താ ഒന്ന് കൂടെ നിന്നാൽ മതി. അതെങ്ങനെയാടാ? അതൊക്കെയുണ്ട്. നാളെ വൈകുന്നേരം വരെ ഇത്ത കാത്തിരിക്ക്. പിന്നെ എൻ്റെ ലക്ഷ്യം നിസാറിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അറിയുകയായിരുന്നു. അതിനായി പിറ്റേന്ന് രാവിലെ തന്നെ നിസാർ കൊച്ചിയിലേക്ക് പോയപ്പോൾ പിറകെ ഞാനും പോയി. അവനെ ഫോളോ ചെയ്ത് എറണാകുളത്ത് വെച്ച് അവനെ കാണുമ്പോൾ വ്യക്തമായി കണ്ടപ്പോൾ മനസ്സിലായി എല്ലാം സത്യമാണെന്ന്. ഞാൻ അവനോട് ഒന്നും ചോദിച്ചിട്ടില്ല. അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ഇത്തയെ ഔട്ട് ഹൗസിലേക്ക് ഞാൻ വിളിച്ചു വരുത്തി. ഡാ, നീ എവിടെ പോയതാ? ഇത്ത എന്നോട് ചോദിച്ചു. ഇത്ത ഇന്നലെ പറഞ്ഞ കാര്യത്തിന് പോയതാ, എറണാകുളം വരെ. ഓ, എന്നിട്ട് എന്തായടാ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ നിസാറിനോട് ഞാനെല്ലാം തുറന്നു പറയാൻ പോവാണ്. അയ്യോ, അത് വേണോടാ, അവനത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. അവനോട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. നിങ്ങളതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എടാ, കുഴപ്പമാകരുത്, എനിക്ക് അതേ പറയാനുള്ളൂ. ഒന്നും ഉണ്ടാകില്ല. നാളെ ഞാൻ വക്കീലിനെ പോയി കണ്ടാലോ? നിന്റെ തിടുക്കം എനിക്ക് മനസ്സിലായി. എന്താ, അവളെ കാണാൻ തിരക്കായോ? അവളങ്ങനെ ചീത്തപ്പെണ്ണല്ല. അടുത്ത് തന്നെയാ അവളുടെ കെട്ടിയവൻ്റെ വീടും. ഇത്തക്ക് ഞാൻ അവളെ കാണാൻ പോകുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അവളെ പിണക്കണ്ട, നമുക്ക് ഉപകാരമുള്ളതാ. അതാ, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ അവളുടെ ഭർത്താവ് ഒരു വക്കീലുമാണ്, ഓർമ്മ വേണം. അയാൾക്ക് ഒരു സംശയവും ഉണ്ടാകരുത്. അതിന് ഞാൻ ഇതേപോലെ അവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഇടയ്ക്കൊരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തത്? പിന്നെ ഞാൻ പറഞ്ഞത് സത്യമാണെന്നറിയാൻ നിസാർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ ഉള്ളവരോട് പറയണം. എടാ, നേരെ ടെൻഷൻ അടുപ്പിക്കല്ലേ.
ഏയ് ഒന്നും സംഭവിക്കില്ല ഇത്ത, ധൈര്യമായി പറഞ്ഞു. പിന്നെ ഇനി ഒരാഴ്ച എനിക്ക് പറ്റില്ല, അത് ആയിട്ടുണ്ട്, ഒന്നും നടക്കില്ല. ഇനി എനിക്ക് എന്ത് പറ്റിയെന്ന് വിചാരിക്കണ്ട, ഞാൻ എപ്പോഴും ഇങ്ങനെ വരില്ല കേട്ടോ, ഇത്ത പറഞ്ഞു. ആ, എനിക്ക് മനസ്സിലായി ഇത്ത. അങ്ങനെ അന്ന് വൈകുന്നേരം ഷോപ്പിൽ നിന്ന് വന്ന് നിസാർ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, ചേട്ടാ പുതിയ സെറ്റ് വല്ലതും ഉണ്ടോ, എല്ലാം കണ്ടു തീർത്തു, നിസാർ പറഞ്ഞു. എങ്ങനെ ഉണ്ടാകാം, ഏത് സമയം ഇത് കണ്ടുകൊണ്ടിരുന്നാൽ നിന്റെ പെണ്ണിൻ്റെ ഒരു അവസ്ഥ, ഞാൻ പറഞ്ഞു. ഒന്ന് നോക്ക്, നിങ്ങൾ വിചാരിച്ചാൽ കിട്ടും, അവൻ പറഞ്ഞു. ആ, ഞാനും നോക്കട്ടെ. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? നിനക്ക് അഫ്സലിനെ അറിയോ? ഏ, അഫ്സലോ? ഏത് അഫ്സൽ? എത്ര അഫ്സലുണ്ട് നിനക്ക് കൂട്ടുകാരായിട്ട്? അത് എന്തിനാ അറിഞ്ഞിട്ട്? എടാ, നിൻ്റെ ഉമ്മാക്ക് മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നു അഫ്സൽ, നിനക്കത് അറിയാമായിരുന്നെന്നും അഫ്സലും നീയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുമെല്ലാം ഞാൻ അറിഞ്ഞു. ഏ, ഇതെല്ലാം ആരാ പറഞ്ഞത്? അവൻ നെട്ടിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ പറയാം, നീ ഇത് പറ, സത്യമാണോ ഞാൻ കേട്ടത്? ചേട്ടാ, ആരാ പറഞ്ഞത് ഇത് നിങ്ങളോട്? പറഞ്ഞ വ്യക്തിയെ ഞാൻ നിന്നോട് പറയില്ല, പറഞ്ഞത് സത്യമാണെന്ന് നോക്കിയാൽ മതി. നിൻ്റെ ഉമ്മയും അഫ്സലുമുള്ള ബന്ധം അതെല്ലാം നിനക്കറിയാമെന്നും നീ അതെല്ലാം കാണാറുണ്ടെന്നും എനിക്കറിയാം. ചേട്ടാ, അതങ്ങനെ സംഭവിച്ചു പോയി. എൻ്റെ ഭാര്യ ഇത് അറിയരുത്, പ്ലീസ്, എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. നിൻ്റെ ഉമ്മ അറിയാത്ത ഒരു കാര്യം നിന്നെക്കുറിച്ച് എനിക്കറിയാം, അത് ഉമ്മയും ഭാര്യയും അറിയില്ല എന്നും എനിക്കറിയാം. എന്ത്? നീ എറണാകുളം കോളനിയിൽ എന്തിനാ പോകുന്നത്? നിനക്ക് കണ്ണനുമായി അവിടെ എന്താ? അഫ്സൽ അവിടെ വരാറില്ലെന്ന് എനിക്കറിയാം. നിൻ്റെ കയ്യിലിരിപ്പ് എന്താണ്? ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? നിസാർ ചോദിച്ചു. എടാ, ഞാൻ എറണാകുളത്ത് ജനിച്ചവനാണ് എന്ന് ഞാൻ കണ്ടു നീ പോകുന്നത് എങ്ങോട്ടാണെന്ന്. ഞാനിത് നിൻ്റെ ഉമ്മയോട് പറയട്ടെ? അയ്യോ ചേട്ടാ, ചതിക്കല്ലേ പ്ലീസ്. എടാ, വീട്ടിലൊരു ഭാര്യ ഉണ്ടായിട്ടാണോ നീ കണ്ട ഓളുകളെ പോയി കാണുന്നത്? നീ കുടിക്കാറുണ്ട്, അതെനിക്കറിയാം, വീഡിയോസ് കാണാറുണ്ട്. ഇതൊക്കെ ഞാൻ നിൻ്റെ ഉമ്മയോട് പറയട്ടെ? അയ്യോ ചേട്ടാ പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ഇതൊന്നും ആരും അറിയരുത്, നിസാർ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു.